ഈ ശ്ലോകം വെച്ച് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ? നിങ്ങൾ ഇന്നത്തെ ഫിസിക്സിനെ നിങ്ങളൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്താൽ എത്തുന്നതാണ്. നോക്കൂ, നിങ്ങൾ ഇത് ഒരു വേറെ മതഗ്രന്ഥത്തിൽ ഇങ്ങനത്തെ പ്രയോഗങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇത് തന്നെയാണ് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞത്. അതിന്ന് വ്യത്യസ്തമായിട്ടൊന്നല്ല ഗീതയിൽ പറഞ്ഞത്. ഏതെങ്കിലും ശ്ലോകം നിങ്ങൾക്ക് ഓർമ്മ വരുമോ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ശ്ലോകം? നമ്മൾ ഗീതയും കൂടെയൊക്കെ പഠിക്കുമ്പോഴാണ് ഇത്തരം ശ്ലോകങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. ഏത് ശ്ലോകമായിരിക്കും ഈ ഒരു ശ്ലോകത്തോട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ ഗീത ശരിക്ക് പരിചയപ്പെടണം, പഠിക്കണം. അല്ലാതെ വെറുതെ കാട്ടുപോത്തിനെ പോലെ വായിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ കുറേ ഇങ്ങനെ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് ശരിക്കും ഉൾക്കൊള്ളണം. ഓരോ ശ്ലോകങ്ങളും എന്താണ് പറയുന്നത്, അപ്പോഴേ നിങ്ങൾ വേറെ പുസ്തകം വായിച്ചാൽ അത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഗീത വേറെ വായിക്കും, ഭാഗവതം വേറെ വായിക്കും, ലളിതാ സഹസ്രനാമം വേറെ വായിക്കും. ഇത് തമ്മിൽ എന്താ കണക്ഷൻ ഉള്ളത്? ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ആന്തരികമായ സത്യം ഒന്നാണ്. പറയുന്ന ഭാഷയിൽ വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ 9-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകം എടുക്കുക. എക്സാക്ട്ലി കൃഷ്ണൻ ഇത് തന്നെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. 9-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകം. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. എൻ്റെ അധ്യക്ഷതയിൽ പ്രകൃതി സൂയതേ. സൂയതേ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക എന്നാണ് അർത്ഥം. സൂതീഗ്രഹം എന്ന് പറഞ്ഞാൽ പ്രസവഗ്രഹം, വീടുന്നാണ്. സംസ്കൃതത്തിൽ സൂയത എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക. അപ്പൊ ഗർഭത്തിലിരുന്നു കൊണ്ടല്ലേ, ഗർഭത്തിലിരിക്കുമ്പോഴാണല്ലോ പ്രസവിച്ച് പുറത്തു വരാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ കൃഷ്ണൻ ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണത്? മയാ അധ്യക്ഷേണ, എൻ്റെ അധ്യക്ഷതയിലാണ്. അപ്പൊ ഈ ഞാൻ ആരാണ് അവിടെ മയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പൊ നമ്മൾ വീണ്ടും സയൻസിനൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമുണ്ട്. ഈ ഊർജം ഇത് വികസിച്ച് പരിണാമം സംഭവിച്ച് ഇതിങ്ങനെ വികസിച്ച് ഇങ്ങനെയൊക്കെ ആയി, സൂര്യനും ചന്ദ്രനും ഭൂമിയൊക്കെ ആയി ഇത്ര കാലം നിലനിന്ന് വീണ്ടും സങ്കോചിച്ച് അതിൻ്റെ പഴയ ഊർജ അവസ്ഥയിലേക്ക് പോവുക. അത് ഊർജാവസ്ഥയിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞാൽ വെഡിത്തരമാണ്. കാരണം ഇത് ഊർജം തന്നെയാണ്, ഊർജമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനി അതിന് ഊർജമാവേണ്ട കാര്യമില്ല. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? ഈ കാണുന്ന രൂപം ഇല്ലാതെയാവുന്ന അവസ്ഥ. ഊർജം അതിൻ്റെ സൂക്ഷ്മാവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ ഈ ഒരു പ്രക്രിയ നടക്കുന്നതിന് കാരണം ഈ ഊർജ തരംഗങ്ങൾ ചില നിയമങ്ങളെ അനുസരിക്കുന്നു എന്നത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഊർജ തരംഗങ്ങൾ അതിൻ്റെ ഇഷ്ടപ്രകാരമല്ല വികസിക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഇന്നലെയും പറഞ്ഞു വന്നു, അത് ഇന്നും ആവർത്തിക്കുകയാണ്. അതായത് സയൻസ് പോലും സമ്മതിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ തന്മാത്രകൾ പരസ്പരം പങ്കുവെച്ച് ഈ പ്രപഞ്ചം പരിണാമം സംഭവിക്കുമ്പോൾ ഇതിൻ്റെ പ്രേരക ഘടകം ഇതിൽ തന്നെ ഉള്ളതാണ്. അത് സ്വയം പ്രേരകമാണ്. സ്വയം സെൽഫ് എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്നാണ്. അല്ലാതെ പുറമേ നിന്ന് ഇതിനെ ആരും നിയന്ത്രിക്കാനോ ഇതിനെ എന്താ പറയുക, ഇതിൻ്റെ കാര്യങ്ങളെ തീരുമാനിക്കാനോ ഇല്ല. അപ്പം ഇത് ഉള്ളിൽ തന്നെയാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഇത് ചില നിയമങ്ങളെ അനുസരിക്കുന്നെങ്കിൽ നിയമം എപ്പോഴും ബോധവുമായി ബന്ധപ്പെട്ടതാണ്. നിയമം ബോധവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഈ പ്രപഞ്ചം വികസിച്ചു വരുന്നത് നിയമത്തിലാണ്, ബോധ നിയമത്തിലാണ് പ്രപഞ്ചം വികസിക്കുന്നത്. ഈ വാക്ക് നമ്മൾ മറക്കരുത്. പ്രപഞ്ചം വികസിക്കുന്നത് ബോധ നിയമത്തിലാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ പുറമേക്ക് നോക്കണ്ട, നിങ്ങളിൽ നോക്കിയാൽ മതി. ഇപ്പം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരമാണ് മുടിയും സെല്ലുകളും ഒക്കെയായി തീരുന്നെങ്കിൽ ഈ ആഹാരത്തിലൂടെ രൂപപ്പെടുന്ന കോശങ്ങൾ എന്താവണം എന്ന് തീരുമാനിക്കുന്നത് കോശങ്ങളാവാൻ പറ്റില്ല. ഹൃദയം എത്ര നേരം മിടിക്കണം എന്നുള്ളത് ഹൃദയമല്ല തീരുമാനിക്കുന്നത്. ലങ്സ് എത്ര നേരം ചുരുങ്ങുകയും വികസിക്കുകയും വേണമെന്ന് ലങ്സ് അല്ല തീരുമാനിക്കുന്നത്. അതിങ്ങനെ മനസ്സിലായി?
ഈ ഉപകരണങ്ങൾക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം നിങ്ങൾ, എന്നാലേ മനസ്സിലാവും. ഞാൻ ഇന്നലെയും പറഞ്ഞ് ആവർത്തിക്കണം നിങ്ങൾക്കിത് പിടികിട്ടാൻ വേണ്ടിയിട്ട്. രാത്രി നമ്മൾ കിടന്നുറങ്ങും, രാവിലെ ഉണരുന്നു. ഈ രാവിലെ നിങ്ങളെ ഉണർത്തുന്നത് ഈ കോശങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കുമെങ്കിൽ, ഞാൻ വെല്ലുവിളിക്കുകയാണ് ശാസ്ത്രജ്ഞന്മാരെ, നിങ്ങളുടെ ബ്രെയിൻ സെല്ലുകൾക്കും നിങ്ങളുടെ ശരീരത്തിലെ മറ്റു കോശങ്ങൾക്കും നിങ്ങൾ എണീക്കേണ്ടത് ഇത്ര സമയത്താണെന്ന് തീരുമാനിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ, ഇവിടെ കോമയിൽ കിടക്കുന്ന പേഷ്യൻറ്റിനെ ഈ ഡോക്ടർമാർക്ക് മരുന്ന് കൊടുത്തിട്ട് അവരെ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. ഇന്നും മെഡിക്കൽ സയൻസിന് കഴിയാത്തൊരു കാര്യം, ദൈവത്തിൽ അവർ വിശ്വസിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, അനസ്തീഷ്യ കൊടുക്കാൻ മാത്രമേ ഡോക്ടർമാർക്ക് സാധിക്കുള്ളൂ. അനസ്തീഷ്യയിൽ കൂടുതലായി കഴിഞ്ഞാൽ, അബോധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, എന്തിനാ അവർ ഒപ്പിട്ട് മേടിക്കുന്നത് രോഗിയുടെ ആൾക്കാരുടെ അടുത്തുനിന്ന്? എന്തിനാ ഒരു മൈനർ ഓപ്പറേഷന് പോലും അവരൊപ്പിട്ട് മേടിക്കുന്നത്? അത്ര ഉറപ്പുണ്ട് അവർക്ക്. അവരെഴുതി ഒപ്പിട്ട് മേടിക്കുന്നത് ബോധം കെടുത്താനേ അവർക്ക് കയ്യിൽ മരുന്നുള്ളൂ. ബോധം കെട്ടുപോയ പേഷ്യനെ തിരിച്ച് ബോധത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു മരുന്നും കണ്ടെത്തിയിട്ടില്ല ഇന്നുവരെ. അങ്ങനെ കണ്ടെത്തിയിരുന്നെങ്കിൽ കോമയിൽ കിടക്കുന്ന എത്രയോ രോഗികളെ നമ്മൾക്ക് ബോധത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്നു. ഇത് തന്നെ തെളിയിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ ബ്രെയിൻ സെല്ലുകൾക്കോ മനുഷ്യൻ്റെ ശരീര സെല്ലുകൾക്കോ അവനെ ഉണർത്തിക്കൊണ്ടുവരാനുള്ള, അവർക്ക് പറയൂ, കഴിവില്ല. അപ്പോൾ ഇത് തന്നെ മനസ്സിലാക്കുന്നില്ലേ, നമ്മുടെ ശരീരത്തെ ഉണർത്തിക്കൊണ്ടുവരുന്നത് ഈ സെല്ലുകളല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ വികസിപ്പിക്കുന്നതും ഊർജ തരംഗങ്ങൾ അല്ല. അതെങ്ങനെ മനസ്സിലായി? കാരണം നമ്മുടെ സെല്ലുകളും ഊർജ തരംഗങ്ങളാണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചം ഊർജ തരംഗങ്ങളാണ്. എല്ലാം ഒരേ ഊർജ തരംഗങ്ങളാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഊർജ തരംഗങ്ങൾക്ക്, ഈ പ്രപഞ്ചത്തിന് സെൽഫ് ഇവോൾവിങ് യൂണിവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളെയും സെൽഫ് ഉണർത്താനുള്ളൊരു കഴിവുണ്ടാവണം. ഇതുവരെ നമ്മൾ ഉണർത്താനുള്ളൊരു കഴിവ് സെല്ലുകൾക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഈ പ്രപഞ്ചത്തിന് ഇങ്ങനെയാണ് ഋഷിവര്യന്മാർ കണ്ടെത്തിയത്. അവർ ഉള്ളിലേക്ക് നോക്കി കണ്ടെത്തി, മറ്റവർ പുറമേക്ക് നോക്കുന്നു മാത്രം. അവർ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് പലതിനും വ്യക്തത ഇല്ലാത്തത്. സെൽഫ് ഇവോൾവിങ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. ഇതിങ്ങനെയാണ് ഇവോൾവ് ചെയ്യേണ്ടതെന്ന നിയമം അതിനെവിടെ നിന്ന് കിട്ടി? അതെങ്ങനെ അതിനെ അനുസരിക്കണം? എന്തെങ്കിലും ഒരു നിയമത്തെ അതനുസരിക്കുന്നെങ്കിൽ നിയമം എന്ന് പറയുന്നത് എപ്പോഴും ഇൻ്റലിജൻസ് ആയിരിക്കണം. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇവോൾവ് ചെയ്യേണ്ടത്, ഇത്രയാണ് ഇവോൾവ് ചെയ്യേണ്ടത് എന്നതൊക്കെ അവർക്ക് പറയൂ, ഒരു നിയമത്തിൽ നിന്നുകൊണ്ട് വേണം അതിന് വർക്ക് ചെയ്യാൻ. ആ നിയമത്തെ അത് അനുസരിക്കുകയാണത്. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ ഒരു നിയമത്തെ അനുസരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അതിനെ വളർന്ന് വികസിക്കാൻ, ഇപ്പം നിങ്ങളുടെ ശരീരത്തിന് ഇത്രയാണ് വളർച്ച വേണ്ടത്, നിങ്ങളുടെ സ്കിന്നിന് ഇതാണ് കളർ വേണ്ടത്, ഈ ഒരു നിയമത്തെ അത് അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്ന് പറഞ്ഞതുപോലെ, അപ്പം ഈ പ്രപഞ്ചം മുഴുവൻ ചില നിയമങ്ങളെ അനുസരിക്കുന്നുവെങ്കിൽ ആ നിയമം ഒരിക്കലും കോശങ്ങൾ സ്വയം ഉണ്ടാക്കിയത് അല്ല. അപ്പം അതിനൊരു എക്സ്പ്ലനേഷൻ വേണ്ടേ? എന്താണ് ഈ നിയമം എന്നത് ഒരു ഉത്തരം വേണ്ടേ? അതാണ് ഭാരതീയ ഋഷിവര്യന്മാർ പറയണത്, പ്രജ്ഞയാണ്, ബോധമാണ് നിയമം. കാരണം ബോധത്തിന് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കഴിവുള്ളൂ. അപ്പം നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു, ഈ പ്രപഞ്ച ഊർജത്തോടൊപ്പം തന്നെ ഈ പ്രപഞ്ച ഊർജത്തെ വികസിപ്പിക്കാൻ പ്രേരണ കൊടുക്കുന്ന ബോധ ഊർജവും ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ശാസ്ത്രജ്ഞന്മാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് ഭാരതത്തിലെ ഋഷിവര്യന്മാരെത്തിയിട്ട് പറഞ്ഞു, പ്രപഞ്ച ഊർജത്തോടൊപ്പം തന്നെ ഇവിടെ ബോധ ഊർജം ഉള്ളത് കൊണ്ടാണ്, ആ ബോധ ഊർജത്തിലാണ് ഈ പ്രപഞ്ച ഊർജം ബോധ ഊർജ പ്രേരണയാൽ. കാരണം ബോധ ഊർജത്തിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള, നിയമങ്ങൾ നിശ്ചയിക്കാനുള്ള കഴിവുള്ളൂ. ആ ബോധ ഊർജത്തിൻ്റെ പ്രേരണ കൊണ്ടാണ് പ്രപഞ്ച ഊർജം വികസിച്ച് പല മാസങ്ങളായി, രൂപങ്ങളായി നിന്ന് സങ്കോചിച്ച് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നത്.
അപ്പം മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബോധ ഊർജ പ്രേരണയിൽ പ്രപഞ്ച ഊർജം വികസിക്കുന്നു എന്ന് ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഈ രീതിയിൽ നമ്മളിത് പഠിച്ച് മനസ്സിലാക്കിയാൽ എന്താ നമുക്കിതുകൊണ്ടുള്ള പ്രയോജനം? നമ്മളിലേക്ക് നോക്കുക. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, രാവിലെ ഉണർന്നു വരുമ്പോൾ കോശങ്ങളോ നിങ്ങളുടെ ബ്രെയിൻ സെല്ലുകളല്ലോ നിങ്ങൾ എപ്പോഴാണ് ഉണരേണ്ടതെന്ന് തീരുമാനിക്കും. അപ്പം നിങ്ങളെ ഉണർത്തിക്കൊണ്ടുവരുന്നത് അവർക്ക് പറയൂ, നിങ്ങളെ ഉണർത്തിക്കൊണ്ടുവരാനും നിങ്ങളെ വികസിപ്പിക്കുവാനും കഴിയുന്നൊരു ബോധശക്തിയുണ്ട്. അപ്പം നിങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്, നിങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബോധമാണ്. അത് നമ്മളെപ്പോഴും ഓർത്തു വയ്ക്കുക. ബോധമാണ്. ആ ബോധത്തിലാണ് നമ്മൾ ബോധത്തിലല്ല, നമ്മളിലല്ല ബോധം. നമ്മൾ അങ്ങനെയൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ബോധമുണ്ടെന്ന്. അത് ശരിയാണോ സ്റ്റേറ്റ്മെൻറ്റ്? നിങ്ങൾ പറയുമ്പോൾ ചിന്ത വെച്ചിട്ടാണ് പറയുന്നത്. ഉണർന്നതിന് ശേഷമല്ലേ ഞാൻ എന്ന് പറയുന്നത്. ഉണർന്നു വന്നത് എന്താണ്? നിങ്ങൾ വെഡിത്തം പറയരുത്. ബോധമാണ് ഉണർന്നത്. അപ്പോൾ ബോധം ഉണർന്നു എന്ന് പറഞ്ഞാൽ ആ ബോധത്തെ ഉണർത്താൻ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ ഞാൻ പറയണത്? ബോധമാണ് ഉണർന്നതെന്ന് നിങ്ങൾ വെഡിത്തരം പറയണമെങ്കിൽ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ബോധമാണ് ഉണർന്നത് എന്ന് പറയുമ്പോൾ ആ ബോധത്തെ ഉണർത്താൻ വേറൊരു ബോധം വേണം. അതെങ്ങനെയാണ് നടക്കുക? അപ്പോൾ ബോധമാണ് ഉണർന്നത് ചിന്തകളാണ് ഉണർന്നത്. കാരണം നമുക്കറിയാം, രാത്രി ഉറക്കത്തിൽ നമുക്ക് ചിന്തകളില്ല, ചിന്തകൾ കെട്ടടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഉണർന്നത്, വെഡിത്തരം പറയരുതമ്മേ, ബോധം എന്നുള്ള തെറ്റിച്ച് പറയരുത്. നമ്മളത് ഉറപ്പിച്ച് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. അല്ലെങ്കിൽ നമ്മളിത് വെറും തത്തമ്മേ പൂച്ച എന്ന് പോലെയാവും. നമുക്കിത് മനസ്സിലാക്കി പറയുന്നതും മനസ്സിലാക്കാതെ പറയുന്നതും വ്യത്യാസമുണ്ട്. മനസ്സിലാക്കി പറഞ്ഞാൽ നിങ്ങൾ മറക്കില്ല, മനസ്സിലാക്കാതെ പറഞ്ഞാൽ നിങ്ങൾ വിഡ്ഢിത്തം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ അത് ക്ലാരിറ്റി വേണം, നിങ്ങൾക്ക് വ്യക്തത വേണം ഇതെന്താണ് എന്നുള്ളത്. അപ്പം നിങ്ങളത് മറക്കില്ല. എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമല്ല നിങ്ങൾ തരുന്നത്, നിങ്ങളുടെ വ്യക്തമായ അറിവിനെയാണ് നിങ്ങൾ പങ്കുവെക്കുന്നത്. നിങ്ങൾക്ക് കൺവിക്ഷൻ വേണം. അപ്പം പിന്നെ നിങ്ങളെ കൊന്നാൽ പോലും നിങ്ങളത് മറക്കില്ല. നിങ്ങൾക്കത് വ്യക്തമായി അടുത്ത ജന്മങ്ങളിലേക്കുള്ള അറിവ് ഉറപ്പിക്കുകയാണ് നമ്മൾ. മനസ്സിലായില്ലേ? നമുക്കത് വളരെ കൃത്യമായി നമ്മൾ ഉറപ്പിച്ചിട്ട് വേണം പോകാൻ. അപ്പം രാവിലെ ഉണർന്നു വന്നത് ചിന്തകളാണ്. ചിന്ത ഉണർന്നു വന്നതിന് ശേഷം ഞാനെന്ന് പറയുമ്പോൾ നമ്മളിലെ ചിന്തയാണ് അഹം ബോധമാണ്, അല്ലെങ്കിൽ അഹം അഭിമാനമാണ്. എന്ത് പറയുന്നത്? ഒരു അഭിമാനം. ഞാൻ പറഞ്ഞു, ഞാനെന്ന് പറയുമ്പോൾ അതിൽ പല ഘടകങ്ങളുണ്ട്. ഞാനെന്ന് പറയുന്നതിൽ ഞാനൊരാളാണെന്നൊരു അഭിമാനമുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അഭിമാനം, എനിക്ക് പൈസയുണ്ട് എന്നുള്ള അനുഭവം, ഞാൻ ഇത്ര പ്രായമാണെന്നുള്ളൊരു അഭിമാനം അല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങളോട്, ഇപ്പോൾ ഒരു വലിയ സമ്പന്നൻ ഞാനെന്ന് പറയുന്നതും പാവപ്പെട്ടവൻ ഞാനെന്ന് പറയുന്നതിലും ആ ഞാനിന് വ്യത്യാസമുണ്ടോ? ഇല്ല. ആ പറയലിൽ ഞാനെന്നതിൽ എല്ലാവരും ഒരുപോലെയാണെങ്കിലും പറയലിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? അപ്പം അയാളിലെ ഞാൻ പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുകയാണ്. അത് ചിന്തകളിലൂടെയല്ലേ അയാൾക്ക് അറിയുന്നത്. ആണോ? എനിക്ക് പണമുണ്ട്, എനിക്ക് എനിക്ക് സൗകര്യങ്ങളുണ്ട്, എനിക്ക് അറിവുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെയുള്ള അയാളുടെ ചിന്ത കൊണ്ട് അറിഞ്ഞു വെച്ച കാര്യങ്ങളാണ്. ആണോ? കുറേ ഇൻഫർമേഷൻസ് ആണ്, അല്ലെങ്കിൽ അയാൾ ഓർമ്മകളാണ്. അയാൾക്കിതെല്ലാം ഉണ്ടെന്ന ഒരു ഭാവം, ഒരു ഓർമ്മയാണ്. അപ്പം ആ ഒരു ഞാനിലാണ് എന്നിൽ ബോധമുണ്ടെന്ന് പറയുന്നതിൽ ശരിയുണ്ടോ? എന്നിൽ ബോധമുണ്ട്, നമ്മളിൽ ഒരു ബോധമുണ്ട്. ഇതൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞാൽ ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ദൈവം എന്ന് പറയുന്നത്. അത് തെറ്റാണോ ശരിയാണോ? നമ്മുടെ ഉള്ളിലാണ് ദൈവം എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. നമ്മുടെ ഉള്ളിൽ, ഈ നമ്മളെന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാവണം, ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാവണം. നമ്മളെന്ന് പറയുന്നത്, നമ്മളെന്ന് പറയുന്നത് എപ്പോഴാണ്? നിങ്ങൾ അത് ചിന്തിക്കൂ, വിഡിത്തം പറയാതിരിക്കൂ. നിങ്ങൾ സ്വയം നിങ്ങളെ അനലൈസ് ചെയ്യുക. നിങ്ങൾ എപ്പോഴാണ് ഞാൻ എന്ന് പറയുന്നത്? ചിന്തകൾ വരുമ്പോൾ, ഉണർന്നു വരുമ്പോൾ, അത് ചിന്തയാണ്. അപ്പം ഞാനെന്ന് പറയുന്നത് ഒരു ചിന്തയാണ്. ആ ചിന്തയിലാണ് ബോധം എന്ന് പറഞ്ഞാൽ ശരിയാണോ? അപ്പം എന്നിലാണ് ബോധം എന്ന് പറയുന്നത് ശരിയാണ്. എൻ്റെ ഹൃദയത്തിലാണ് ദൈവം എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഇതൊക്കെ തെറ്റാണ്. മനുഷ്യൻ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. ക്രിസ്ത്യൻ സമൂഹം തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയൊരു വേർഡാണ്
സോൾ ഇൻ യു എന്നുള്ളത്. സോൾ ഇൻ യു, നിന്നിലാണ് ആത്മാവ്. ഈ നിന്നിലാണ് ആത്മാവ് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നീ ആരാണ്? അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നീ എന്ന് പറയുന്നത്, എടോ നീ എന്ന് പറയണമെങ്കിൽ നിനക്ക് ചിന്ത വേണം. ഈ ചിന്ത നിനക്കുണ്ടാവണമെങ്കിൽ ചിന്തയെ ഉണർത്തണം. ആരുണർത്തണം? ശരീരമല്ല ഉണർത്തുന്നത്, ബോധമാണ് ഉണർത്തുന്നത്, അല്ലേ? ഇതൊക്കെ ഞാൻ ഇനി പറയണ്ടല്ലോ. അപ്പോ നിന്നിലൊരു സോൾ ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? ഇതൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കുകളാണ്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈശ്വരൻ നമ്മളിലല്ല, എല്ലാം ഈശ്വരൻ. അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാണ്? നിത്യശുദ്ധ ബുദ്ധ മുക്ത ബോധം. ആരാണ്? നിത്യശുദ്ധ ബുദ്ധ മുക്ത ബോധം. നിങ്ങൾ ഇവിടെ അമ്പലത്തിൽ ചൊല്ലുന്നൊരു ശ്ലോകം ഉണ്ടല്ലോ, എന്താണ്? ഭാഗവതത്തിൽ 59-ാം അധ്യായത്തിൽ 27-ാം ശ്ലോകം, ദശമസ്കന്ധത്തില് ഭൂമിദേവി കൃഷ്ണനെ സ്തുതിക്കുന്നൊരു ശ്ലോകമുണ്ട്. ഓം നമോ ഭഗവതേ തുഭ്യം, ഓം നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ വിഷ്ണവേ പുരുഷായ ആദിബീജായ പൂർണ്ണബോധായ തേ നമ. അപ്പൊ നോക്കൂ, കൃഷ്ണനെ അവിടെ നിർവചിക്കുന്നത് ആരാണ്? പൂർണ്ണബോധായ തേ നമ. പൂർണ്ണബോധം തന്നെയാണ്. അപ്പൊ ആ പൂർണ്ണബോധത്തിൽ നിന്നും പൊങ്ങി വന്നിരിക്കുന്ന ചിന്ത, അതാണല്ലോ ഇപ്പം നമ്മൾ. അപ്പൊ പൂർണ്ണബോധമാകുന്ന ഗർഭത്തിലാണ് ഈ സകല ജീവജാലങ്ങളുടെയും ചിന്തകൾ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ, എല്ലാവരുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരേ ഒരു ബോധം തന്നെയാണ്. അപ്പോ ആ ബോധത്തിനൊരിക്കലും എന്തില്ല? ജനനവുമില്ല, മരണവുമില്ല. ഈ പ്രപഞ്ചത്തിനും ജനനവുമില്ല, മരണവുമില്ല. അതെന്താ ചെയ്യുന്നത്? അത് സൂക്ഷ്മമാവുന്നു, ഊർജ തരംഗങ്ങളാകുന്നു, പരിണാമം വന്ന് സ്ഥൂലമായ പ്രപഞ്ചമായി സൂര്യചന്ദ്രന്മാരായി, അപ്പോഴും ഊർജരൂപത്തിൽ അത്, പക്ഷെ കാണുന്നത് ഒരു മാസ് രൂപത്തിലായി നിൽക്കുന്നു. വീണ്ടും അതെല്ലാം സങ്കോചിച്ച്, ഇതിൻ്റെ പേരാണ് ജനിച്ചും മരിച്ചും. അപ്പൊ ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വികസിക്കുക. മരിക്കുക എന്ന് പറഞ്ഞാൽ സങ്കോചിക്കുക. ഈ പ്രപഞ്ചത്തിൽ ഇത് മാത്രമേ നടക്കുന്നുള്ളൂ. എന്ത്? വികാസ സങ്കോചം. പരിണാമം സംഭവിച്ച് അത് വീണ്ടും പരിവർത്തനം സംഭവിച്ച് പഴയ അവസ്ഥയിലേക്ക് പോവുക. അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വലിയ ശാസ്ത്രജ്ഞാനമൊന്നും വേണ്ട. നമ്മുടെ ശരീരം നോക്കിയാൽ മതി, മനുഷ്യ ശരീരം. ചെടികളെ നോക്കിയാൽ മതി, വാഴ നോക്കിയാൽ മതി, തെങ്ങ് നോക്കിയാൽ മതി, മൃഗങ്ങളെ നോക്കിയാൽ മതി. അതൊക്കെ നിങ്ങൾക്ക് കാണാം. കുലച്ചു കഴിഞ്ഞാൽ വാഴ ചുരുങ്ങി 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 അത് മണ്ണിലേക്ക് പോയി. മനുഷ്യൻ്റെ ശരീരവും ഒരു പ്രായമായി കഴിഞ്ഞാൽ ചുക്കിച്ചുളുങ്ങി അതും ശരീരം എങ്ങോട്ട് പോയി? മണ്ണിലേക്ക്. ഒരു വാഴ മണ്ണിലേക്ക് അലിയുന്നത് പോലെയാണ് ഈ മനുഷ്യ ശരീരവും അലിഞ്ഞു പോകുന്നത്. പട്ടിയും പൂച്ചയും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇതേ പ്രോസസ്സ് തന്നെയാണ്. അപ്പം ആരും ഇവിടെ നിന്ന് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കൊന്നും പോകുന്നില്ല. ഇനി നമുക്കൊന്നുകൂടി പഠിക്കണേ. അതാണ് പറയുന്നത്, ഗർഭസ്ഥനായി ഭൂവി ജനിച്ചും മരിച്ചും കപ്പോള പോലെ. കപ്പോള എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ കപ്പേളയല്ല, അത് കപ്പേളയാണ്, അവരുടെ പ്രാർത്ഥനാ സ്ഥലം. ഇത് കപ്പോള എന്ന് പറഞ്ഞാൽ എന്താണ്? കുമിളകള്, ബബിൾസ്. അപ്പൊ ഈ വെള്ളത്തിലുള്ള ബബിൾസിനെ പോലെ ഇത് വികസിക്കുന്നു. ബബിൾസ് പിന്നെ പൊട്ടുകയാണ്. പക്ഷെ നമ്മുടെ കാര്യത്തിൽ അത് ചുരുങ്ങി വീണ്ടും അതിൻ്റെ പൂർവാവസ്ഥയിലേക്ക് പോകുന്നു. ഏതൊരു കാരണത്തിൽ നിന്നാണോ പ്രകടമായത് തിരിച്ച് ആ കാരണത്തിലേക്ക് തന്നെ അത് പോകുന്നുവെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം. എല്ലാ മതങ്ങളും ഇതൊന്നും ഗൗരവമായി പഠിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ ഗൗരവത്തിൽ പഠിച്ചാലുണ്ടല്ലോ, ഇവിടെ ഒരൊറ്റ മതമേ ഉള്ളൂ, ശാസ്ത്രമതം. ഞാൻ പറഞ്ഞു വരുന്ന ശ്രദ്ധിക്കുക. വെള്ളത്തിൽ നിന്ന് കുമിളയുണ്ടായി, ആ കുമിള വികസിച്ച് പൊട്ടി വീണ്ടും വെള്ളത്തിൽ നിന്ന്
എന്തുകൊണ്ട് ആ കുമിളയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ആ കുമിള ഈ വെള്ളത്തിൽ നിന്ന് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് തെളിയിക്കാൻ പറ്റുമോ? ഇനി അത് ആകാശത്തിലേക്ക് പൊങ്ങിപ്പോയാലും നമ്മൾ ചിലപ്പം സോപ്പ് പതയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പൊട്ടി വീണ്ടും വെള്ള തുള്ളികളായി താഴോട്ട് തന്നെ വരണം, അതിൻ്റെ ഗ്രാവിറ്റിയിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ ഒരു അടിസ്ഥാന സയൻസ് എന്ന് വെച്ചാൽ ഏതൊരു കാരണത്തിൽ നിന്നാണോ ഉണ്ടാകുന്നത്, പ്രകടമാവുന്നത്, തിരിച്ച് ആ കാരണത്തിലേക്ക് തന്നെ അത് തിരിച്ചു പോകണം. വളരെ ശ്രദ്ധിക്കൂ, ഈ വാക്ക് നിങ്ങളുടെ തലയിൽ ഉറക്കണം. എന്താ പറഞ്ഞത്? ഏതൊരു കാരണത്തിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടാകുന്നത്, തിരിച്ച് ആ കാരണത്തിലേക്ക് തന്നെ അത് പോകണം. മണ്ണിൽ നിന്നുണ്ടായത് മണ്ണിലേക്ക് പോകണം. ഇത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അപ്പോൾ ഈ ബോധത്തിൽ നിന്നല്ലേ സകല മനസ്സുകളും പ്രകടമാവുന്നത്? ഒന്ന് വിശാലമായി ചിന്തിക്കുക. ക്രിസ്തുവിൻ്റെ മനസ്സായാലും കൃഷ്ണൻ്റെ മനസ്സായാലും ക്രിസ്ത്യാനികളുടെ മനസ്സായാലും നബിയുടെ മനസ്സായാലും മുസ്ലിമിൻ്റെ മനസ്സായാലും ഹിന്ദുവിൻ്റെ മനസ്സായാലും ഏത് ജാതി വ്യവസ്ഥയിൽപ്പെട്ടവൻ്റെ മനസ്സായാലും സ്ത്രീ പുരുഷ മനസ്സായാലും എല്ലാ മനസ്സുകളെയും ഉണർത്തുന്നത്, ഉറക്കെ പറയൂ, ഒരേ ബോധമാണ്. ആ കാരണത്തിൽ നിന്നാണ് ഇതെല്ലാം പ്രകടമാവുന്നെങ്കിൽ ഇത് തിരിച്ച് ആ കാരണത്തിലേക്കേ പോവാവൂ. കാരണത്തിൽ നിന്നും വന്നത് കാരണത്തിലേക്ക് തന്നെ പോകണം. അതല്ലേ നിയമം? അപ്പോൾ ആ സത്യമാണെങ്കിൽ പിന്നെ എങ്ങനെ ഒരു സ്വർഗവും നരകവും ഉണ്ടാവുന്നത്? മനസ്സിലായില്ല? നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ ഞാൻ പറഞ്ഞത്? ഇവിടെ ഇതര മതങ്ങൾ പഠിപ്പിക്കുന്നത് മരണാനന്തരം ഒരു സ്വർഗ നരകത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ശാസ്ത്രീയമായി കറക്റ്റാണോ? എന്തുകൊണ്ട് ശാസ്ത്രീയമായി ശരിയല്ല? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ അടിസ്ഥാന വാക്ക് മറക്കരുത്. ഈ വെള്ളത്തിൽ നിന്നൊരു ബബിൾ ഉണ്ടായി തിരിച്ചത് വെള്ളത്തിലേക്കേ പോകാൻ പാടുള്ളൂ. കാരണം ഏതൊരു കാരണത്തിൽ നിന്നാണോ പ്രകടമാവുന്നത് ആ കാരണത്തിൽ തന്നെ അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റ് നിങ്ങൾ മറക്കരുത്. കാരണത്തിൽ നിന്നും പ്രകടമായത് തിരിച്ച് അതേ കാരണത്തിലേക്ക് തന്നെ പോവുള്ളൂ. ആണോ? അങ്ങനെയെങ്കിൽ ഒരേ ബോധമാകുന്ന കാരണത്തിൽ നിന്നും പ്രകടമായ മനസ്സുകൾ അതേ കാരണമാകുന്ന ബോധത്തിലേക്ക് തന്നെ പോവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ആ മനസ്സ്, ആ ജീവൻ സ്വർഗത്തിലേക്ക് പോകുന്നു നരകത്തിലേക്ക് പോകുന്നു പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മനസ്സിലായിട്ടില്ല. മനസ്സിലായോ? അപ്പൊ സ്വർഗവും നരകവും എന്ന് പറഞ്ഞാൽ എന്താ തെറ്റുപറ്റിയത്? എന്താണ് അവിടെ ഒരു അടിസ്ഥാന തെറ്റെന്താണ്? സ്വർഗത്തിൽ, അതും ക്രിസ്ത്യൻ മുസ്ലിം സ്വർഗത്തിനൊക്കെ പ്രത്യേകത ഉണ്ട്, നരകത്തിന് പ്രത്യേകത ഉണ്ട്. അറിയോ നിങ്ങൾക്ക്? ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിങ്ങളുടെയും നരകം എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ഹെൽ ആൻഡ് ഹെവനാണ്. അതായത് ഒരിക്കൽ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. ശാശ്വത നരകവും ശാശ്വത സ്വർഗവും. അത് കറക്റ്റാണോ? എന്തുകൊണ്ട് കറക്റ്റല്ല? ആ കാരണത്തിൽ നിന്നല്ല ഈ ആത്മാക്കളൊന്നും ഈ മനസ്സുകളൊന്നും വന്നിരിക്കുന്നത്. അത് വന്നിരിക്കുന്നത് അതിനെ ഉണർത്തുന്ന, അതിനെ നിലനിർത്തുന്ന ബോധത്തിൽ നിന്നാണെങ്കിൽ അത് തിരിച്ചു പോവേണ്ടതും ബോധത്തിലേക്കാണ്. അതല്ലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ളത്? പറയൂ. അപ്പം ഭാരതീയ ഋഷിവര്യന്മാർ പറയുന്നതിനല്ലേ ശാസ്ത്രീയത ഉള്ളത്? പറയൂ. ഇതൊരിക്കലും മറ്റു മതങ്ങൾ പറയുന്നത്, ഇതൊക്കെ ഗവേഷണം നടത്തിക്കഴിഞ്ഞാൽ ഒരു മതത്തിൻ്റെയും തെറ്റായ വാദം ഇവിടെ ഉണ്ടാവില്ല. ഇതൊന്നും പഠിക്കാൻ ചെറുപ്പക്കാർ വരുന്നില്ല. അതാണ് നമ്മുടെയൊക്കെ ഒരു ദുരന്തം. അതുകൊണ്ടാണ് ഈ മതങ്ങളൊക്കെ നിൽക്കുന്നത്. ഞാൻ പറയുമ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇത്തരം സബ്ജക്റ്റുകൾ വെച്ചിട്ടുണ്ടെങ്കിലല്ലോ പിന്നെ ഒരുത്തനും അന്ധമായി സ്വർഗമുണ്ടെന്നും നരകം. നോക്കൂ, നിങ്ങൾ എത്ര ചെറുപ്പക്കാരുടെ തലയിലേക്ക് ഈ ഭ്രാന്ത് കയറിയിട്ടാണ് അവനെ തോക്കും പിടിപ്പിച്ചുകൊണ്ട് നിരപരാധികളെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന. ഒരുപക്ഷെ നമുക്കതിൻ്റെ തീവ്രത അറിയില്ല. പക്ഷെ കേരളത്തിലും അതിൻ്റെ കണ്ണികളുണ്ട്. ഇവിടെ ഒരുപക്ഷെ നരേന്ദ്രമോദിയെ പോലുള്ള സ്ട്രോങ് ലീഡേഴ്സ് ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ കാശ്മീർ പോലുള്ളൊരു സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാവും ഇതെത്രമാത്രം ഭ്രാന്തായിട്ട് ചിലരുടെ തലയിൽ കുത്തിവെച്ചിട്ടുണ്ടെന്ന്. അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ബോർഡറിലൊക്കെ സിറിയയിലും ലിബിയയിലും അങ്ങോട്ട് എത്ര യുവാക്കൾ ഈ ഭ്രാന്ത് തലയ്ക്ക് കയറിയിരിക്കുകയാണ്. അവരുടെ വിചാരം മരണാനന്തരം ഒരു സ്വർഗമുണ്ടെന്നും അവിടെ അങ്ങനെ കുറേ പെൺകുട്ടികളുമായിട്ട് കാമലീലകൾ ചെയ്യാം,
മദ്യം കുടിച്ച് സുഖിക്കാം. ഇതൊക്കെ ഇവൻ്റെ തലയ്ക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. ഈ പാവം എന്നിട്ട് ആ സുഖത്തെ ചിന്തിച്ച് അവൻ ഏത് കൊടും ക്രൂരതയ്ക്ക് തയ്യാറാവുകയാണ്. മനസ്സിലാവുണ്ടല്ലോ?